ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പായ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഇത്രയും വലിപ്പത്തിലുള്ളൊരു പപ്പായയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിന് തോലൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുക്കണം. തോലൊക്കെ കളഞ്ഞിട്ട് മുറിച്ച് വയ്ക്കിയപ്പോൾ ഉള്ളിലൊരു മഞ്ഞ കളറുണ്ട്. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇത് നല്ലോണം കഴുകിയതിന് ശേഷം ഒരു തുണി കൊണ്ട് വെള്ളമയൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ആദ്യം നേർമേൽ കനം കുറച്ചിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. വല്ലാതെ കട്ടി കൂടി പോവരുത്. ഇപ്പോൾ പപ്പായ മുഴുവനും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പപ്പായ മിക്സ് ചെയ്യാനുള്ളൊരു കൂട്ട് തയ്യാറാക്കണം. അതിന് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുക്കുക. ഞാൻ ഈ പപ്പായ ഇട്ട് വെച്ച പാത്രത്തിൽ തന്നെയാണ് മിക്സ് ആക്കണത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂണും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, അത് ഈ ഫ്രൈക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 3/4 ടീസ്പൂണ് ഉപ്പ്. ഇതൊക്കെ കൂടി ഇട്ടതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഈ കോൺഫ്ലവർ ചേർത്തിട്ട് പപ്പായ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഈ കോൺഫ്ലവർ ചേർത്തുന്നത്. ഇപ്പോൾ ഇത് മുഴുവനും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ പപ്പായ ഇതിലിട്ടിട്ട് നല്ലോണം ഒക്കെ കൂടി കുഴച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പം പപ്പായ കഷ്ണങ്ങളൊക്കെ നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനൊരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനൊരു പീസ് അതിലിട്ട് നോക്കിയപ്പോൾ നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഓരോരോ പീസുകളായിട്ട് ഇങ്ങനെ വെതറിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇത്രയാണ് ഞാൻ ഒന്നാമത്തെ ട്രിപ്പിൽ ഫ്രൈ ചെയ്തെടുക്കണത്. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നാൽ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും കൂടി ഉണ്ടാവും. ഇനി ഒന്നിങ്ങനെ സ്പൂണോ തവിയറ്റോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പം നല്ലോണം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിങ്ങനെ കട്ട പിടിച്ച മാതിരി ഉണ്ടാവും. അത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒക്കെ ഒന്ന് ഓരോരോ പീസായിട്ട് ഇങ്ങനെ വിടർത്തിയിട്ട് കൊടുക്കുക. ഇതുപോലെ ചെയ്താലൊക്കെ ഒന്ന് വേറെ വേറെ ആയി കിട്ടും. ഇപ്പം നല്ലോണം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ പറമ്പിൽ ഏത് സമയത്തും വലിയ പരിചരണമില്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കറി വർഗ്ഗമാണ് ഈ പപ്പായ. പലതരം വിഭവങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം. പിന്നെ ശരീരത്തിൻ്റെ ബ്യൂട്ടി നിലനിർത്താനുള്ളൊരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ് പപ്പായ. പപ്പായേൻ്റെ ഒരു സോപ്പ് ഞാനിതിൻ്റെ മുന്നേ വീഡിയോയിലിട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുകൊണ്ടു. പിന്നെ കൃമികീടങ്ങളെയൊക്കെ ഇല്ലാതെയാക്കാൻ നല്ലൊരു ഔഷധ ഗുണം കൂടി ഉണ്ട് കേട്ടോ ഈ പപ്പായക്ക്. ഈ പപ്പായ ഇതുപോലെ ഫ്രൈ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ മറ്റേതുപോലെ കഷ്ണം മുറിച്ചിട്ടാണ് സാധാരണ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കിയത് 2 കഷ്ണം എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ അപാര ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി ആ എണ്ണയിലേക്ക് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൊരിച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ആ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു അടിപൊളി പപ്പായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പായ ചില്ലി എന്നൊക്കെ പറയട്ടോ അതിന് വേണമെങ്കിൽ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഈ പപ്പായ ഇട്ടുന്ന സമയത്ത് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുകൊണ്ടു. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. കമൻറ്റ് എഴുതി അറിയിക്കണേ.